ഒരു ദിവസം ഒരു പ്രൊഫസർ ക്ലാസ്സിലേക്ക് കയറിയിട്ട് തൻ്റെ സ്റ്റുഡൻസിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് എക്സാം നടത്തുകയാണ്. അത് കേട്ടിട്ട് കുട്ടികളെല്ലാം എക്സാം എഴുതാനായിട്ട് പേപ്പറൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ്. പ്രൊഫസർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് അതിശയിച്ചു. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കറുത്ത ഡോട്ട് മാത്രമാണ്. അപ്പോൾ കുട്ടികളൊക്കെ അതിശയിച്ച് പ്രൊഫസറുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ ആ പേപ്പറിൽ എന്ത് കാണുന്നോ അതെഴുതിയാൽ മതി. പിന്നെ എല്ലാവരും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഡോട്ടിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. ലാസ്റ്റ് പ്രൊഫസർ ആൻസർ ഷീറ്റ് വാങ്ങി ക്ലാസ്സിൽ വായിക്കാനിടയായി. അപ്പോൾ എല്ലാവരും എഴുതിയിരിക്കുന്നത് പേപ്പറിൻ്റെ സെൻറ്ററിൽ ഒരു ഡോട്ടുണ്ട്, അതിൻ്റെ കളറ് കറുപ്പാണ് എന്നൊക്കെ ആയിരുന്നു. ക്ലാസ് സൈലൻ്റായി. ദെൻ പ്രൊഫസർ സംസാരിക്കാനായി തുടങ്ങി. ഈ ടെസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് മാർക്കിടാനൊന്നും പോകുന്നില്ല. ചെറിയ ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പോകുന്നത്. നിങ്ങളാരും ഇതിൻ്റെ വൈറ്റ് പാർട്ട് നോക്കിയിട്ടില്ല. എല്ലാവരും ഫോക്കസ് ചെയ്തത് ആ കറുത്ത ഡോട്ടിനെ മാത്രമാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫും. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കാണാനും ആസ്വദിക്കാനുമൊക്കെ ഒരുപാട് വൈറ്റ് പാർട്ടുണ്ട്. ബട്ട് നമ്മളെല്ലാവരും ആ ഡാർക്ക് സ്പോട്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് എന്നത് ദൈവം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. നമുക്ക് ആസ്വദിക്കാൻ നിറയെ കാഴ്ചകളുണ്ട്. നമുക്ക് ആഘോഷിക്കാൻ നല്ല നിമിഷങ്ങളുണ്ട്. ഫ്രണ്ട്സ് ഉണ്ട്. നിറയെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ബ്ലാക്ക് ഡോട്ട് മാത്രമാണ്. ഫാമിലി പ്രോബ്ലം, ജോലി, സ്ട്രെസ്, സാമ്പത്തികം, കടഭാരം, ഇത്തരത്തിലുള്ള ഡാർക്ക് സ്പോട്ടുകൾ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. എന്നിട്ടും നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കുന്നത് നമ്മൾ തന്നെയാണ്. ആ ബ്ലാക്ക് ഡോട്ടിൽ നിന്നൊക്കെ ഒന്ന് കണ്ണെടുക്കുക. നിങ്ങളുടെ വൈറ്റ് പാർട്ട് കേന്ദ്രീകരിക്കുക. ആസ്വദിക്കുക. ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി. ഹാവ് എ നൈസ് ഡേ.